ഇന്ന് നമ്മുടെ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. കുറച്ച് സവാള, അതുപോലെ തന്നെ എന്തുട്ടാണ് പഴം, മുളക്, നാരങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി. എളുപ്പപ്പണിയാണല്ലോ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഉള്ള വെളുത്തുള്ളി സവാളയൊക്കെ നന്നാക്കി നല്ലപോലെ കഴുകിച്ചിട്ട് ഈ ബോക്സിൽ അങ്ങിട്ട് അടച്ചു. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. പിന്നെയാണ് അത് ഈ ഒരു പയറുണ്ട് കേട്ടോ, വയലറ്റ് പയർ. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. ഇതെന്തോ കിലോ 70 രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി എങ്ങാണ്ട് മേടിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി നിറച്ചൊരു നീലമായി. പിന്നെ കുറച്ച് മൂത്തതുണ്ടായിരുന്നു, 2-3 പയറിൻ്റെ ഞാൻ എടുത്തിട്ട് നടാനായിട്ട് വെച്ചു. ഇനിയിപ്പോൾ ഇത് വെന്ത് വരുന്ന സമയമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറങ്ങോട്ട് കൊണ്ടു. എന്നിട്ട് പിന്നെ നമ്മളിത് വൈകുന്നേരം കേട്ടോ എല്ലാം റെഡിയാക്കണം, അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ നല്ലപോലെ ചതച്ചെടുത്തു. പിന്നെ ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന പയർ ഇത്ര നേരം ഫ്രിഡ്ജിൽ ഇരുന്ന് ചുമ്മാ റെസ്റ്റ് ചെയ്യായിരുന്നു. അതിനെടുത്തൊന്ന് കഴുകി കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തു. പിന്നെ ഇതേ തേങ്ങ, ചതച്ചമുളക്, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, കടുക്, എണ്ണ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് തോരനാക്കാൻ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, ശടപടയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കൂടിയിട്ടു, തേങ്ങയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതേ പയറും കൂടി ഇട്ട് കൊടുത്തു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂട്ടി വയ്ക്കുക. അങ്ങനെ കുറച്ചധികം നേരത്തിന് ശേഷം നമ്മുടെ ഈ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ച് വയലറ്റ് കളർ മാറിപ്പോകുന്നു, പക്ഷെ മാറിയൊന്നും പോയിട്ടില്ലായിരുന്നു. നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട്. ഇനി നമ്മൾ രാത്രി കഞ്ഞി കുടിക്കാൻ പോകാൻ കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഞ്ഞി കുടിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. കഞ്ഞിയാണെങ്കിൽ നല്ല ചൂടായിരുന്നു കേട്ടോ. ചോറിൽ നിന്ന് ഞാൻ കഞ്ഞിയാക്കി എടുത്തതാണ്. അങ്ങനെ നമ്മുടെ എന്തുട്ടാണ് ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വെള്ളം മുളക്, നല്ല എരിവുണ്ട് കേട്ടോ പക്ഷേ ഇതിന്. അങ്ങനെ നമ്മുടെ പയർ തോരനും അതുപോലെ തന്നെ ഈ മുളകും നമ്മുടെ ഉപ്പുമാങ്ങയും പിന്നെ എന്തുട്ടാണ് ഈ നാരങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് പിടി അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.